ഹലോ എല്ലാവർക്കും എൻ്റെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ കാണുന്നത് KLCTൻ്റെ നൈറ്റ് വ്യൂ ആണ്. ഞാനിപ്പോൾ പോകുന്നത് ലോണ്ട്രിക്ക് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഒന്ന് വാഷ് ചെയ്യാൻ വേണ്ടിയാണ്. കാരണം എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ വാഷിംഗ് മെഷീൻ്റെ സൗകര്യം ഇല്ല. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തി തരാം. ഇതാണ് ലോണ്ട്രി വാഷ് സ്റ്റുഡിയോ. ഇവിടെ നമുക്ക് ക്ലോത്ത്സ് വാഷ് ചെയ്യാനും അതുപോലെ ഡ്രയറിൻ്റെ ഓപ്ഷൻസും ഉണ്ട്. ഇവിടെ വന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാഷിംഗ് മെഷീനുണ്ട്. കാരണം എന്ന് വെച്ചാൽ വെയിറ്റ് അനുസരിച്ചിട്ട് 14 കിലോൻ്റെയും അതുപോലെ ഒരു 28 കിലോൻ്റെയാണ് അവിടെ ഉള്ളത്. ഇത് ഡ്രയേഴ്സാണ്. അങ്ങനെ ഞാൻ 14 കിലോൻ്റെ വാഷിംഗ് മെഷീനാണ് ചൂസ് ചെയ്തേക്കുന്നത്. ഈ കാണുന്ന സ്കാനർ ഓപ്ഷനാണ്. കോൾഡ് വാഷിന് വരുന്നത് 6 ഇങ്കറ്റാണ് കേട്ടോ. അതുപോലെ ഇവിടെ കോയിൻസ് യൂസ് ചെയ്തിട്ടും പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് സ്കാനറാണ്. ഓൺലൈൻ പേയ്മെൻറ്റ് മെത്തേഡാണ്. ഇവിടുത്തെ ടച്ച് ഇ വാളറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അത് വെച്ചാൽ നമ്മുടെ നാട്ടിലെ ഗൂഗിൾ പേ പോലത്തെ ഒരു ഓപ്ഷൻ. അങ്ങനെ പേയ്മെൻറ്റൊക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്ലോത്ത്സ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിന് എൻ്റെ ക്ലോത്ത്സ് ഒക്കെ അതിലിട്ട് ഒന്ന് വാഷിംഗ് മെഷീൻ അടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡിറ്റർജൻസും സോപ്പ് പൗഡേഴ്സൊക്കെ ഇട്ട് കൊടുക്കാനുള്ള ഓപ്ഷനാണ്. ഇനി നമുക്ക് വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാനങ്ങനെ വാഷിംഗ് മെഷീൻ ഒന്ന് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടൈം കാണാം എത്ര മിനിറ്റാണ്. 27 മിനിറ്റാണ് കേട്ടോ ഇതൊന്ന് വാഷ് ചെയ്ത് വരാൻ വേണ്ടി എടുക്കുന്ന സമയം. അതുപോലെ അവിടെ കോൾഡ് വാം ഹോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ. എങ്ങനെ വേണമെങ്കിലും നമുക്ക് വാഷ് ചെയ്യാൻ പറ്റുമേ. അപ്പോൾ ഇപ്പം ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടേക്കാണെന്ന് വെച്ചാൽ ഫുഡ് കഴിക്കാനാണ്. എന്തായാലും ഒരു അരമണിക്കൂർ ഉണ്ടല്ലോ സമയം. അപ്പോൾ അടുത്തുള്ള ഒരു ഹോട്ടലിലേക്കാണ് പോയേക്കുന്നത്. അപ്പോൾ ഞാൻ അതിനുള്ളിലേക്ക് കയറിയിട്ട് ഞാൻ എൻ്റെ ഫുഡൊന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ TV ഒക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഒരു ഇംഗ്ലീഷ് മൂവി ആയിരുന്നു. ഈ കാണുന്നതൊക്കെ അവിടുത്തെ കറികളാട്ടോ. ഡിഫറെൻ്റ് ആയിട്ടുള്ള കറീസാണ്. മലേഷ്യനും ഉണ്ട് അതുപോലെ ഇന്ത്യനും ഉണ്ട്. കുറച്ച് ഞാൻ TV ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് ഒരു കുരിപ്പ് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കണ്ടത് കേട്ടോ. അപ്പോഴേക്കും ഞാൻ ഓർഡർ ചെയ്ത തേത്താരി എത്തി. തേത്താരി എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ചായയാണ് കേട്ടോ. മലേഷ്യൻ ചായയാണ്. അതും ഒരു കൊത്തു പൊറോട്ട ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. തേത്താരി ഒരു കയ്പ്പിൻ്റെ ഒരു ടേസ്റ്റായിരുന്നു. പക്ഷെ നമുക്കൊരിക്കലും ഒരു ചായ കുടിച്ച ഫീലിംഗ് കിട്ടില്ല കേട്ടോ അത് കഴിച്ചാൽ. അതുപോലെ ഈ കൊത്തു പൊറോട്ട ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നല്ല ജ്യൂസിയൊക്കെ ആയിരുന്നു. അതെനിക്ക് എൻ്റെ മുഖത്തെ എക്സ്പ്രഷൻ കണ്ടാൽ തന്നെ എൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോൾ തന്നെ ഒരു അരമണിക്കൂർ കഴിഞ്ഞേക്കുന്നു. ഇനി നമുക്ക് ക്ലോത്തൊക്കെ എന്തായി എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി നോക്കാം. അപ്പോൾ ക്ലോത്ത്സ് ഒക്കെ എന്തായാലും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്കൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ക്ലോത്ത്സ് ഒക്കെ ഈ ബാസ്ക്കറ്റിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഈ ബാസ്ക്കറ്റ് ഇവിടെ തന്നെയുള്ള ഒരു ബാസ്ക്കറ്റാണ്. അങ്ങനെ ഞാൻ എൻ്റെ ക്ലോത്ത്സ് ഒക്കെ ഓരോന്നായിട്ട് ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. അപ്പോഴേക്കും അങ്ങനെ എൻ്റെ ക്ലോത്ത്സൊക്കെ ഒന്ന് എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഡ്രയർ യൂസ് ചെയ്യാവേ. അത് ഓപ്പൺ ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ക്ലോത്ത്സൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുവാണ്. എന്നിട്ട് അതൊന്ന് ക്ലോസ് ചെയ്ത് കൊടുത്തു. അവിടെയും ഇതുപോലെ സ്കാനർ ഓപ്ഷനും കോയിൻ വെച്ച് പേയ്മെൻറ്റ് ഓപ്ഷനും ഉണ്ട്. ഇതിന് 5 റിങ്കറ്റാണ് ഒരു പ്രാവശ്യം ഡ്രൈ ചെയ്ത് വരാൻ വേണ്ടി എടുക്കുന്നത്. അങ്ങനെ സ്കാനർ യൂസ് ചെയ്ത് ഞാൻ പേയ്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. 25 മിനിറ്റാണ് എടുക്കുന്ന ടൈം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. അങ്ങനെ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഒന്ന് ഡ്രയർ ഓപ്പൺ ചെയ്തിട്ട് ക്ലോത്ത്സൊക്കെ ബാസ്ക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊക്കെ ഇട്ട് കൊടുത്ത ശേഷം അവിടെ തന്നെ ഒരു ടേബിൾ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ വെച്ച് തുണിയൊക്കെ ഒന്ന് മടക്കി. അങ്ങനെ തിരുമ്പലും മടക്കലും ഒക്കെ അവിടെ നിന്ന് എൻ്റെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ലോണ്ട്രി വിശേഷം